അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഇവർ തമ്മിൽ എന്താ ഉള്ളത്? അല്ല, ഇവർ തമ്മിൽ എന്താ ഉള്ളത്? ഇവർ പ്രണയിക്കുന്നില്ല. ഇവർക്ക് ഗബ്രിക്ക് പുറത്ത് വേറെ ആളുണ്ട്, ജാസ്മിനും പുറത്ത് വേറെ ആളുണ്ട്. എനിക്ക് പിന്നെ എന്തിനാ ഇതൊക്കെ കാണിച്ചുകൊണ്ട് കിടക്കുന്ന ഗബ്രി? എന്താ പറ്റിയെന്ന് ഞാൻ പറയാം. ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗബ്രിയും ജാസ്മിനും പിന്നെയും തല്ലുണ്ടാക്കാൻ തുടങ്ങി. ഗബ്രിയാണ് തല്ലുണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി പോയി തനിയെ കിടക്കുകയാണ്. കിടന്നിട്ട് പറയാണ്, എനിക്ക് വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട. അയ്യോ ഗബ്രി, നീയില്ലാതെ ഞാൻ എന്നാടാ ഭക്ഷണം കഴിച്ചേക്കുന്ന ഗബ്രി, അയ്യോ നീയില്ലാതെ എനിക്ക് വയ്യടാ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് ജാസ്മിനും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും വേറെ വേറെ ടീമിൽ കളിച്ചാൽ നല്ലതായിരിക്കും, പവർ ടീമിൽ, അതുകൊണ്ട് എനിക്ക് പോകാൻ താല്പര്യമുണ്ട് എന്ന് ജാസ്മിൻ പറഞ്ഞു ലാലേട്ടൻ്റെ അടുത്ത്. ഇത് ഗബ്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഗബ്രി പറയുന്നുണ്ട്, അല്ല എനിക്ക് താല്പര്യമില്ല, ജാസ്മിൻ അവിടെ പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ കുറ്റക്കാരൻ ആരാണ്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നോക്കിയിട്ട് പറയുകയാണ്, ഗബ്രി ഇവിടെ എന്തോ ഒരു സംഭവം കാണിച്ചു കൂട്ടുന്നുണ്ട്. അവന് ജാസ്മിൻ്റെ എന്താ പറയുക, ഇത് തന്നെ വാലെ തന്നെ തൂങ്ങി പോകാനേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതാണോ, അതോ പുറത്ത് ഈ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരിക്കും എന്നുള്ളൊരു പൊട്ട ബുദ്ധിയാണോ അതറിയില്ല. പക്ഷെ പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ള ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ട്. കാരണം ജാസ്മിൻ്റെ വാപ്പയൊക്കെ ഓൾറെഡി വിളിച്ച് പറഞ്ഞതാണ്, ഈ ജാസ്മിനെ എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ ആരും സമ്മതിക്കത്തില്ല, ഗബ്രി ഉള്ളിടത്തോളം കാലം അവിടെ സമ്മതിക്കാൻ പോകുന്നില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞ് വന്നിരുന്ന് രണ്ടുപേരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഗബ്രി തനിയിരുന്ന് കഴിക്കുന്നു, ജാസ്മിൻ തനിയിരുന്ന് കഴിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഗബ്രി ഇതാകൂടെ ഒരു പായസം ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും നല്ല പ്ലേയേഴ്സാണ് കേട്ടോ. ഇന്നലെ കിട്ടിയ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ അവർക്ക് കുറേ കിട്ടി. ഗബ്രിയും നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാണ്, ജാസ്മിനും നല്ല പോലെ ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഗബ്രി സമ്മതിക്കില്ല. എന്താ ഗബ്രി ഇത്? ഗബ്രിയുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയ്, ന്യായമാണോ ഇത്?